ഭൂരിപക്ഷം എതിരാണെന്ന് നമുക്ക് പറയാൻ കഴിയൂ. കാരണം നമുക്കറിയാം ഈ പറയുന്ന പല കാര്യങ്ങളിലും ഇപ്പൊ ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അവരതിനൊക്കെ സപ്പോർട്ടല്ലേ? ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊമീനിക്ക് സപ്പോർട്ട്. ഒരു വലിയൊരു സമൂഹം ഇതിനൊക്കെ സപ്പോർട്ടല്ലേ? അപ്പൊ ഭൂരിപക്ഷം ഇതിന് എതിരാണെന്നുള്ള അഭിപ്രായം ശരിയാണോ? കമനേയിക്ക് എന്ന് പറഞ്ഞാൽ കമനേയിക്ക് ഞാനും സപ്പോർട്ടാണ്. കാരണം ഒറ്റപ്പെട്ട ഒരു രാഷ്ട്രത്തെ രണ്ട് മഹാരാഷ്ട്രങ്ങൾ, രണ്ട് പിന്നെ യുദ്ധതന്ത്ര വിദഗ്ധരായിട്ടുള്ള രണ്ട് രാഷ്ട്രങ്ങൾ. ഹമാസിന് സപ്പോർട്ടാണ്. അതെ 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 ഞാൻ ഹമാസിന് സപ്പോർട്ടില്ല, ഞാൻ പാലസ്തീനിന് സപ്പോർട്ടാണ്. ഹമാസ് പക്ഷെ എന്ന് പറയുന്ന ഇവിടെയുള്ള ഭീകര സംഘടനയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് അല്ല, ചെയ്യുന്നില്ല. ഇവിടെ അവരുടെ വ്യക്തികൾ സപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിനെയാണ്. ഹമാസ് പ്രതിരോധമാണെന്നാണ് പറയുന്നത്. അവരാരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, അവരുടെ ആ സംസ്കാരത്തിന്റെ നോക്കൂ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നവർക്ക് തൊട്ടടുത്തുള്ളതാ. ഗൾഫിന് ഏതെങ്കിലും ഒരൊറ്റ സിവിലിയന് നേരെ ഒരു പ്രതികാരം ചെയ്തോ? ഇസ്രായേൽ 175 പെൺകുട്ടികളെ അവിടെ കൊന്നപ്പോൾ അതിന് പകരമായിട്ട് അവർക്ക് എത്തുന്ന ദൂരം എന്ന് പറയുന്ന ഗൾഫാണ്. ഏതെങ്കിലും ഒരു ഇവര് ഷിയ മുസ്ലിങ്ങളാണ് ഇറാൻ, അതാണ് വ്യത്യാസം. സുന്നി മുസ്ലിങ്ങളാണ് മറ്റിടത്ത്. ഏതെങ്കിലും ഒരു പള്ളിയിലേക്കോ പള്ളിക്കൂടത്തിലേക്കോ ഏതെങ്കിലും ഒരു മിസൈൽ അവരറിഞ്ഞോ? അറിയാതെ പോലും വീണിട്ടുണ്ടോ? ഇല്ല. അയച്ചത് മുഴുവൻ അമേരിക്കൻ ബേസുകളിലേക്കാണ്. ഇപ്പൊ ഭീകര രാഷ്ട്രം എന്ന് എങ്ങനെ പറയാൻ പറ്റും?